അല്ല മൊയ്തുക്ക, നിങ്ങൾക്കിപ്പോ ഈ ഫോട്ടോ എവിടെ നിന്ന് കിട്ടി? അതിന്റെ മൊബൈലിൽ വന്ന ഞാൻ പ്രിന്റ് എടുത്ത്. അതേ നേരെ നിന്ന് നോക്കുമ്പോ ഉണ്ണിയുടെ അതേ ലുക്ക് ഉണ്ടെങ്കിലോ ഈ സൈഡിൽ നിന്ന് ഇങ്ങനെ നോക്കാൻ നേരത്തെ നമ്മുടെ കണാരേട്ടന്റെ മോനില്ലേ, അവൻ തന്നെയാണത്. ആ ചെക്കനാണെങ്കിൽ ചെറിയ നുള്ളിക്കളവ് ചെറുപ്പത്തിലുള്ളതാണ്. അല്ല, ഓൻ ഈ ഗൾഫിലും പോവാൻ നിൽക്കുമ്പോ അതിന് പൈസ കഴിഞ്ഞിട്ടുണ്ടാവൂല. പുതിയ പിള്ളേരുടെ പരിപാടി അതാണെന്ന്. കട്ടെടുത്തിട്ട് പോയി കളഞ്ഞാ പിന്നെ അവനെ എവിടെ ഇട്ട് പിടിക്കാനാണ്? നിലവിളിച്ചിട്ട് എന്തായാലും ആ സ്വർണം കൊണ്ടുപോയി കൊടുത്തിട്ട് ഒരു സോറി പറയണം, കേസ് ഒതുക്കാൻ പറ്റും. അപ്പൊ ഉണ്ണിപ്പ എങ്ങനെയാ? ഉണ്ണിയുടെ രസം അറിഞ്ഞില്ലേ? അവനെ പോലീസ് നോക്കിയല്ല, അവൻ ശീതളന്റെ വീടിന്റെ അവിടെ തലേദിവസം കിടന്നിട്ട് ഒന്ന് തിരിഞ്ഞു കളിച്ച്. എന്തിനാണ് അറിയില്ലേ, നമ്മളെ പപ്പേട്ടന്റെ മോളായിട്ട് ഓന് ചെറിയ കൊളാബറേഷൻ ഉണ്ട്. അത് പറ. രാത്രി ഓളെ കാണാൻ പോണാ, അങ്ങനെ പെട്ടതാ. മറ്റേ സത്യേട്ടൻ പോലീസിലുണ്ടായതാണല്ലോ, അപ്പൊ അവൻ എങ്ങനെയെങ്കിലും ഊരി പോരും. അതിന്റെ ട്രിക്കലൊക്കെ ഉണ്ടാവും. കാലത്ത് പെടാൻ പോണ കിണറേട്ടനെ വന്ന അവൻ പെടും. അവൻ തന്നെ എടുത്തേക്കണ രാഘവേട്ട, അവൻ തന്നെ എടുത്തേക്കണ. അല്ലെ പിന്നെ ഈ ഗൾഫിൽ പെട്ടെന്ന് പോകാൻ അവന്റെ എവിടുന്ന പൈസ? ഞാൻ ഈ ചിത്രത്തിലേക്ക് വല്ലാണ്ട് ഇങ്ങനെ നോക്കുമ്പോ അന്റെ ഒരു ചായ ഉണ്ടായിന്. നോക്കി കവളൊക്കെ നോക്ക്, ആ ചെവിട്ടില് രോമല്ലാന്ന് മാത്രമേ നോക്കി. വെറുതെ മെനകെട്ട വർത്താനം പറയല്ലേട്ടോ കോയക്ക, കാണുന്നവരെ മുഴുവൻ പൊക്കി കൊണ്ടുപോയാണ്. ഞാനൊരു ചായ പറഞ്ഞാണ്. ഒരു ചായ പൊളിച്ചത് വെറുതെ ആവശ്യമില്ലാത്ത വർത്താനം പറഞ്ഞിട്ടുണ്ടാക്കല്ലേട്ടാ. എന്റെ ചായ ഉണ്ടെന്നൊന്നും പറയല്ലേട്ടാ. എന്തിനും ചൂടാവണം ഈ കെട്ടിയില്ലെങ്കില് അങ്ങനെ പറയാ. ചൂടാകണല്ല, ഇവിടെ പോലീസ് തേരാപ്പാര നടക്കണ, എന്നെ പിടിച്ചോണ്ടുപോയിട്ട് ആരും വരില്ലെന്ന് എനിക്കറിയാം. ഞാൻ സംശയം പറഞ്ഞാണ്. ഞാൻ വീട്ടിൽ പോയിട്ട് വന്നാലോ? വെറുതെ പോയിട്ട് വരാം. എങ്ങോട്ട് പോണ്? അയ്യോ, പറഞ്ഞു വന്നിട്ട് കാര്യം ശരി, എനിക്ക് ഇത്തിരി ഇല്ലായ്മയുണ്ട്. ഞാൻ ഒരാളുടെ മുതല് കട്ടെടുക്കൂല. പറഞ്ഞില്ലല്ലോ. ഈ ശരിക്കും ആ ചിത്രത്തിൽ പോയി നോക്ക്. വെറുതെ ഇരിക്കോ? ഞാൻ നിർത്തി പോരെ. ആരാത് പരിചയമുള്ളത് നടത്താണല്ലോ. നമ്മളെ നോക്കണ്ടല്ലോ. ശരി, ആരാണ്? ഞാനാ. സുദ്യ. എന്താണ്, എന്ത് പറ്റി? അത് ഈ കഴിഞ്ഞ ദിവസം മറ്റേ രേഖാചിത്രം പുറത്തു വിട്ടില്ലേ, കള്ളന്റെ? കള്ളന്റെ. അപ്പൊ എന്റെ ഓള് പറഞ്ഞ എന്നെ പോലെ ഉണ്ട്. ആളുകൾ അറിയാണ്ടിരിക്കാൻ വേണ്ടിട്ടേ ഞാൻ തലയെ കൂടി മുണ്ടിട്ടതാ. ഇങ്ങോട്ട് നോക്ക്, ഇത് കറക്റ്റ് സുതിയുണ്ടത്. ഇത് കറക്റ്റ് ആണല്ലോ. നീ എവിടെ കൊണ്ടുപോയി വിറ്റത്? എന്തെന്ന്? സ്വർണം. എന്തെന്ന് നിങ്ങൾ പറഞ്ഞത്? ഞാൻ കഴിഞ്ഞ ദിവസം എന്റെ ഓളെ സ്വർണം വിറ്റിനേനു, ലോണിന്റെ പൈസ അടക്കാൻ വേണ്ടിട്ട്. അതാണ് ഉള്ളതിലും പ്രശ്നമായി. നിന്റെ ലോണിന്റെ പൈസ അടക്കാൻ എന്തിനാടാ ശീതളേട്ടന്റെ മരുമോളുടെ സ്വർണം കട്ടുവിച്ചത്? കട്ടിട്ടില്ല, ഞാൻ 2 ആഴ്ചയായിട്ട് നടുവൂക്കി പോയിട്ട് കിടപ്പില്ല. നീ മതലി ചാടിയാ പോയാ? വേണ്ട ഈ ഒരു പരിധി പുറത്തിറങ്ങി നടക്കല്ലോ. ഈ പെര പോയിക്കോ. ഇതിപ്പം വലിയ പോലീസ് പിടിക്കും. ഇവിടെ നിന്ന് ഞങ്ങളും കൂടി ഈ ചിത്രം നോക്കാൻ അന്നെ മുന്നിൽ വെച്ച് വരച്ചമാരിണ്ട്. എന്നെ പോലെ തന്നെ ഉണ്ടാ? ഇങ്ങോട്ട് നോക്ക്, ചെവിട്ടിലെ രോമം കണ്ടോ? പൊരിക്കം കണ്ടോ? ഈ മുടി നോക്ക്. എന്റെ സുധി, നീ ഇവിടെ കിടന്ന് തിരിയല്ലേ, ഞങ്ങളും കൂടി അകത്തു പോകും. നീ വീട്ടിലോട്ട് പോ. പെരക്ക് പോയിക്കോ. അല്ല, ചെവി വെട്ടിയാലോ? അല്ല, മുടി അത് വേണ്ട, അന്നേരം കൂടുതൽ സംശയിക്കായില്ലേ? അത് വേണ്ട. ഇജ്ജ് പോയിക്ക് പെര പോയിക്കോ. തലയിലിട്. ഞങ്ങള് കണ്ടമാരിയായിരിക്കുമല്ലോ, വേറെ ആരും കണ്ട തച്ചു കൊന്നാലും തന്നെ. പെര നടന്നല്ലോ കേട്ടോ. ഒട്ടാകെ വിറക്കും നിനക്ക്. ഇവിടെ നിൽക്കണ്ട, നമുക്ക് മറക്കും. ഇവന് നല്ല വെപ്രാളം ഈ കഴിച്ചിലായിട്ടോ. ഇവൻ തട്ടിയിട്ടുണ്ട്. ഇവൻ 2.5 പവൻ വെച്ച് വിൽക്കുകയാണ്. നമ്പറാണത്. പോയവനും എടുത്തവനും ഒക്കെ ഇങ്ങാടാനല്ല. അതല്ലേ എന്തായാലും ഈ കഴിച്ചിലായി. പണ്ടക്കാട് ചായ പോനാണ് ഇപ്പൊ. എനിക്ക് ഇപ്പോഴാ ഒരു ആശ്വാസം. ആകെ വെപ്രാളമായിട്ടിരിക്കുന്നു ഇവിടെ. അസ്സലാമു അലൈക്കും. സുലൈമാൻ കാ പറയ്. ഇതവിടെ ഉണ്ട്, ബർബർഷാപ്പിന്റെ അടുത്തുണ്ട്. ആര്? സുക്കൂറിന്റെയോ? അല്ല, ഞാൻ അങ്ങോട്ട് വരാം. അതേ, ഇവിടെ സുലൈമാൻകല്ലേ ഇറച്ചിപ്പീടി നടത്തണേ. മൂപ്പരമാ സുക്കൂറുണ്ട് ദുബായിലുള്ളേ. ഓന്റെ ചായ ഉണ്ട് എത്ര രേഖാചിത്രത്തിന്? കാപ്പിയാണ്. ഞാൻ പോയണം. എന്തെന്നിങ്ങനെ ആള് മാറി
ഓനെല്ലാം പേടി പിടിക്കും. നേരത്തെ ഉണ്ട് നമ്മള് നേരത്തെ ചായ ഉണ്ടെന്ന് പറഞ്ഞപ്പോഴേ അല്ല ചായ ഇല്ലായി ഒന്നും ഇല്ല കേട്ടോ. ശരിക്കും നോക്കി മൊയ്തു ചായ അല്ല ചായ, അച്ഛൻ എന്നില്ല ചാ. അത് ഒക്കെ ഒന്ന് തന്നെ പറയുമ്പോ ഒക്കെ ചായ തന്നെ. സാർ നമ്മള് അല്ല സാർ രേഖാചിത്രം തയ്യാറാക്കി കഴിഞ്ഞിട്ടുണ്ട്. ഉവ്വ. അപ്പം അത് വെച്ചിട്ട് എൻ്റെ മോനെ നീ കാരണം ബാക്കിയുള്ളവൻ്റെ സ്വസ്ഥത പോയേക്കണേന്ന് ഒക്കെ തന്നെ. ടൗണിൽ ചെന്നിട്ട് ഈ രേഖാചിത്രം കാണിച്ചപ്പോഴേ പലരോടും ഇത് കണ്ടിട്ട് ആളെ അറിയോ എന്ന് ചോദിച്ചപ്പോൾ സാമ്യം ഇന്ന ആളായിട്ടുണ്ട് എന്ന് എല്ലാവരും പറഞ്ഞ ഒരാളെ ഞാൻ പിടിച്ചു കൊടുക്കുന്നുണ്ട്. അതെ. അപ്പം DSP സാറ് ചീത്ത വിളിച്ചിട്ട് വെച്ചേ ഉള്ളൂ പ്രതിയെ പിടിച്ചോന്ന് ചോദിച്ചിട്ട്. അതെ, ഒരുമാതിരി സാമ്യം ഉണ്ടെന്നുണ്ടെങ്കിൽ ഇപ്പം അവൻ ചെയ്തിട്ടില്ലെങ്കിലും അവനെ കൊണ്ട് സമ്മതിപ്പിക്കാം. അല്ല കുറെ ആൾക്കാർ പറഞ്ഞ സ്ഥിതിക്ക് അവനെ സാധ്യത എനിക്ക് അവന് കള്ള ലക്ഷണം ഉണ്ട് മൊത്തം. എനിക്ക് ഇയാൾ അന്നേ സംശയം ഉണ്ടായിരുന്നു. ഞാൻ ആ വീട്ടിൽ 5 ദിവസം ആളില്ലാന്ന് അറിയണം. വീട്ടിൽ നിന്ന് മോഷ്ടിച്ച സ്വർണ്ണം നീ എവിടെ കൊണ്ട് വിറ്റുന്ന? ഞാനാണ് പത്രം കൊടുക്കൽ മാത്രമേ ഉള്ളൂ. അവിടെ അയാളും കുടുംബം ഇല്ല എന്നുള്ളത് നിനക്കറിയില്ലേ? അവര് അറിയില്ലേ? പത്രം ഇടണ്ടാന്ന് പറഞ്ഞ ഞാൻ. അപ്പൊ അതുകൊണ്ട് നീ സുഖമായിട്ട് പോയിട്ട് ഒരു തടസ്സം ഉണ്ടാവില്ല എന്ന് കരുതിയിട്ട് ബീഫും പൊറാട്ടൊക്കെ തിന്ന് മദ്യം കഴിച്ചിരുന്നു. മര്യാദയ്ക്ക് സത്യസന്ധമായിട്ട് കാര്യം പറഞ്ഞ നിന്നെ ഞാൻ രക്ഷിക്കാം. ഞാനൊന്നും അറിയില്ല സാറേ. ഞാൻ പത്രം കൊടുക്കുന്നു ഒറ്റ അറിയില്ലേ? ഇല്ല. നീ എങ്ങനെയാണോ മതിൽ ചാടിയത്? ശീതളന്റെ അവിടുത്തെ മതിൽ നീ എങ്ങനെ ചാടി? മതിലും നിനക്ക് ചാടാനോ? മതിലിൽ വല്ലതും ഉറഞ്ഞിട്ടുണ്ടോ നോക്കണം അയാളെ ദേഹത്ത്. ഷർട്ടൊക്കെ ഊരേണ്ടി വരും സാറേ. ഉറഞ്ഞ പാടുകളുണ്ടോ നോക്കാം മതിൽ ചാടി. ഇല്ല സാറേ, ഞാൻ എനിക്ക് അപ്പോഴറിയാം നീ അവിടെ കറങ്ങി നടക്കണം കണ്ടപ്പോഴേ എനിക്ക് സംശയം തോന്നി. മതിൽ കയറാൻ പോയില്ല സാറേ.